നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ സിൻസോ ജോസഫ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻക്വയറി ടൂൾസാണ്. അപ്പോൾ നമ്മളിതിൽ ടൂൾസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻക്വയറിയിൽ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ്, റേഡിയസ്, ആംഗിൾ, ഏരിയ, ദെൻ വോളിയം. ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല, 3Dയിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ ലിസ്റ്റ്, ID പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ അലൈൻ ഡയമെൻഷനോ അതല്ലെങ്കിൽ നമുക്ക് ലീനിയർ ഡയമെൻഷനോ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മൾ ഓൾറെഡി ആ ഒരു രണ്ട് പോയിൻറ്റ് തമ്മിലുള്ള ആ ഒരു ഡയമെൻഷൻ നമ്മുടെ പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മാത്രം മതി, എനിക്ക് അവിടെ ഒരു ഡയമെൻഷനായിട്ട് അത് പ്ലേസ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണ് നമുക്ക് ഈ ഒരു ടൂൾസിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്വയറിയിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുത്തു. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് കീ എന്ന് പറയുന്നത് നമുക്കിവിടെ മെഷർ ജോം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞങ്ങളിവിടെ താഴെ ഇവിടെ കമാൻഡ് ലൈനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, മെഷർ ജോം, അതായത് മെഷർ ജോമെട്രി എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിൻറ്റ് ഞാനവിടെ പിക്ക് ചെയ്തു. സെക്കൻഡ് പോയിൻറ്റ്, ഇപ്പോൾ ഇത് ഈ രണ്ട് പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് വേണമെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ് ഞാനവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതിൽ കണ്ടോ, ഇവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് ഇവിടെ ഡെൽറ്റ എക്സും അതുപോലെ തന്നെ ഡെൽറ്റ വൈയും ഡെൽറ്റ സെഡാണ്. ഇത് ആക്ച്വലി അതിൻ്റെ ഡിസ്റ്റൻസ് അല്ല. ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത രണ്ട് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രണ്ട് പോയിൻ്റ് നമ്മൾ പിക്ക് ചെയ്തത്. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്കിതിൻ്റെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡെൽറ്റ വൈ ആയിരിക്കും. ദെൻ ഡെൽറ്റ സെഡ് ഇതില്ല, കാരണം ഇത് XY പ്ലെയിൻ ആയതുകൊണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ട്രൂ ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ മെഷർ ജോം നമ്മൾ ടൈപ്പ് ചെയ്യാം, MEASURE ജോം. ഓക്കെ, മെഷർ ജോം നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളിവിടെ ഡിസ്റ്റൻസ് എടുത്തു. ഇതാ ഫസ്റ്റ് ഞാനിവിടെ പിക്ക് ചെയ്തു, സെക്കൻഡ് പിക്ക് ചെയ്തു. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കമാൻഡ് പ്രോംപ്റ്റ് ഈ ഒരു ലൈൻ ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണും, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് കാണും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് വിൻഡോയിൽ കാണാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, F2 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 106.2184 ആണ്. ദെൻ ആംഗിൾ ഇൻ XY പ്ലെയിൻ 10 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഈ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ ആണ് പറയുന്നത്. പിന്നെ ആംഗിൾ ഫ്രം XY പ്ലെയിൻ ഓഫ് കോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും, കാരണം നമ്മൾ XY പ്ലെയിനിലാണ് വരച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 104. ദെൻ അതുപോലെ തന്നെ ഡെൽറ്റ വൈ, ദെൻ ഡെൽറ്റ എക്സ്. അപ്പോൾ നിങ്ങൾ ഇത് മെഷർ ചെയ്തിട്ട് ചാടി കയറിയിട്ട് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കരുത്. ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇതിലുണ്ടായിരിക്കും. ഒന്നുകിൽ ഇവിടെ വിസിബിൾ ആവണമെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തിട്ട് 3 ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ F2 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ടൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇത് തന്നെ റീസെൻറ്റ് കമാൻഡിൽ പോയിട്ട് മെഷർ ജോമെട്രി എടുത്തു. നമുക്കൊരു റേഡിയസ്, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഞാൻ റഫായിട്ട് ഞാൻ വരച്ചാണ് ഈ സർക്കിൾ, അതിൻ്റെ റേഡിയസ് എനിക്കറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് പിക്ക് ചെയ്തു. അപ്പോൾ പിക്ക് ചെയ്തപ്പോൾ തന്നെ കണ്ടോ, ഇവിടെ നമുക്ക് അതിൻ്റെ റേഡിയസ് ഇവിടെ താഴെ നോക്കിയാൽ മതി, ഇവിടെ അതിൻ്റെ റേഡിയസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയസും ഡയമീറ്ററും അറിയാൻ വേണ്ടിയിട്ടാണ് റേഡിയസ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് രണ്ട് ലൈൻസ് തമ്മിലുള്ളതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ആംഗിൾ നമുക്ക് എടുക്കാം. ദെൻ നമുക്ക് ഫസ്റ്റ് ലൈൻ പിക്ക് ചെയ്യാം, അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ പിക്ക് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ട് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ആർക്കിൻ്റെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് സെലക്ട് എന്താണ്, ഇവിടെ ആർക്ക്, സർക്കിൾ അല്ലെങ്കിൽ ലൈൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലേതെന്ന് വെച്ചാൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ സ്പെസിഫൈ വെർട്ടെക്സ് ഉണ്ട്. സ്പെസിഫൈ വെർട്ടെക്സ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ വെർട്ടെക്സ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പിക്ക് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് ഇതാണ് ഇതിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ 29 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാതെ അവിടെ പ്ലേസ് ചെയ്യാനല്ല. പ്ലേസ് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വരുന്നതാണ് ഏരിയ. നമുക്കൊരു ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയയിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടൂൾസിൽ ഇൻക്വയറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഏരിയയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ഷോർട്ട് കീയും കൂടി ഉണ്ട്. കാരണം നമ്മുടെ പഴയ വേർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റേഡിയസ്, ആംഗിൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആഡ് ചെയ്തതാണ്. പഴയതിൽ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഏരിയ, ദെൻ ലിസ്റ്റ്, ID പോയിൻ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പഴയ കമാൻഡ് ഓൾറെഡി ഇപ്പോൾ ഡിസ്റ്റൻസ് മാത്രമാണെങ്കിൽ നമ്മളിവിടെ മെഷർ ജോം എന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് DI എന്ന് എൻ്റർ ചെയ്താൽ മതി, നമുക്ക് ഡിസ്റ്റൻസ് കമാൻഡ് കിട്ടും. അപ്പോൾ എനിക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള പോയിൻ്റാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ജോമെട്രി സെൻറ്ററിൽ നിന്ന് കോർണറിലേക്കുള്ള പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ DI എന്നുള്ളതും ഇതിൻ്റെ ഷോർട്ട് കീ ആണ്.
അതുപോലെ തന്നെ ഏരിയയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ഏരിയ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ നീണ്ട കമാൻഡ് എന്താ പറയുക, മെഷർ ജോം എന്നൊന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. A എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയേൻ്റെ ഷോർട്ട് കീ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏരിയ മെഷർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏരിയ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ്, ഓർ അതല്ലെങ്കിൽ ചോദിക്കുന്നത് ഒബ്ജക്റ്റ് ആഡ് ഏരിയ സബ്ട്രാക്ട് ഏരിയ. ഓക്കെ, അപ്പോൾ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളാണ് എനിക്ക് ഏരിയ മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ 4 കോർണേഴ്സ് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഇവിടെ ഫില്ലായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിൽ ഇതും കൂടി നമ്മൾ പിക്ക് ചെയ്യണം. ഈ കോർണർ കൂടി പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇനിയില്ല നെക്സ്റ്റ് പോയിന്റ് ഇല്ല, അപ്പോൾ എൻ്റർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടോ, ഇതിൻ്റെ ഏരിയ നമുക്ക് വന്നിട്ടുണ്ട് 4878.9410. അതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പക്ഷേ ഈ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ കണ്ടോ, ഇതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ സെലക്ഷനാണ് പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റ് ആണത്. അതേസമയം എനിക്കിപ്പോൾ ഇതിൻ്റെയാണ് ഏരിയ വേണ്ടതെന്ന് വെച്ചോളൂ. ഇതെല്ലാം ഓരോരോ എന്താ പറയുക ഇൻഡിപെൻഡൻറ്റ് ലൈൻസ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതൊരു സിംഗിൾ സെലക്ഷൻ അല്ല. അപ്പോൾ സിംഗിൾ സെലക്ഷനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏരിയ എടുത്തു, A എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അത് ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇതന്നെ ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ ഞാൻ ഏരിയ എടുത്തു, ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇവിടെ പിക്ക് ചെയ്തു. അതേസമയം ഞാൻ ഏരിയ എടുത്ത് ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം കണ്ടോ, ഈ ഒരു ലൈൻ നമ്മൾ പിക്ക് ചെയ്താൽ കണ്ടോ, അവിടെ നമുക്ക് സെലക്ഷൻ ആവുന്ന ആ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലൈൻ എന്താണ്, ഡസ് നോട്ട് ഹാവ് ആൻ ഏരിയ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണ് നമുക്ക് ശരിക്കും ഈ പിക്ക് കോർണർ പോയിന്റിൻ്റെ ഒരു യൂസ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ വേണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനവിടെ പിക്ക് ചെയ്തു, സെക്കൻഡ് പിക്ക് ചെയ്തു, തേർഡ് പിക്ക് ചെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 2497.8513. ഇത് തന്നെ എനിക്ക് ഇപ്പുറത്തെ വേണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഏരിയ എടുത്തതിന് ശേഷം ഈ ഒരു 3 പോയിന്റ് നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതിൻ്റെയാണ് ഏരിയ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാം. എനിക്കിനി ടോട്ടൽ എന്താ പറയുക, ഈ ഒരു വലിയൊരു ട്രയാങ്കിളിൻ്റെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു 3 പോയിൻറ്റ്സ് നമുക്കിവിടെ പിക്ക് ചെയ്യാം. അതിനുശേഷം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടോ 499.5.7027 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പിക്ക് പോയിൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റും എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത്, എനിക്കിതിൻ്റെ 3ൻ്റെയും കൂടിയിട്ടുള്ള ഏരിയ ആണ് എനിക്ക് വേണ്ടത്, സമ്മാണ് എനിക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വേണം, അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ സർക്കിളിൻ്റെ ഏരിയയും, ഇത് 3ഉം കൂടിയിട്ട് എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റ് എടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ ആ കമാൻഡ് എക്സിറ്റ് ആയി. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത കമാൻഡ് എടുക്കണം. അപ്പോൾ അതായത് അറ്റ് എ ടൈം നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏരിയ മാത്രമേ നമുക്കതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അതായത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സിൻ്റെ ഏരിയ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് ആഡ് ഏരിയ ആണ് നമ്മളതിൽ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആഡ് ഏരിയ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഇവിടെ വേണമെങ്കിൽ ഒബ്ജക്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് റെക്റ്റാങ്കിളും സർക്കിളും സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എന്താണ്, ഈ ട്രയാങ്കിൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് കോർണർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ ഈ ഒരു 3 പോയിൻറ്റ്സ് ഞാനവിടെ പിക്ക് ചെയ്തു. അതിനുശേഷം എൻ്റർ ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട് 499.5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ഇതും കൂടി നമ്മളിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇവിടെ നോക്കി ടോട്ടൽ ഏരിയ കണ്ടോ, നേരത്തെ ഏരിയയിൽ നിന്നും ഇതെന്തായി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 4878. ഓക്കെ, നേരത്തെ 49 സംതിങ് ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ടോട്ടൽ ഏരിയ അത് ആഡ് ചെയ്തു. ഇനി അടുത്തും കൂടി അവിടെ സെലക്ട് ചെയ്യണം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1153 ആണ്. നേരത്തെ നമുക്ക് ഓൾറെഡി എത്രയായിരുന്നു 9 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ ഏരിയ നമുക്കിതിൽ കിട്ടും. ഇനി നമുക്കിവിടെ എൻ്റർ ചെയ്യാം. വീണ്ടും ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഉണ്ടോ, ഇല്ല, എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റാണോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ F2 ഈ ഒരു വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ ഇവിടെ നമുക്ക് കമാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏരിയ. നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കൊന്ന് ഇവിടെ നോക്കി നോക്കാം. നമ്മൾ പിക്ക് ചെയ്ത കോർണേഴ്സ് കണ്ടോ, സ്പെസിഫൈ ഫസ്റ്റ് കോർണർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 കോർണേഴ്സ് നമ്മൾ പിക്ക് ചെയ്തു. അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 499.5, അതിൻ്റെ പെരിമീറ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. ഒബ്ജക്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തത് ഒരു റെക്ടാങ്കിളാണ് ആദ്യം ചൂസ് ചെയ്തത്. അതിൻ്റെ ഏരിയ 4878. അപ്പോൾ ഓൾറെഡി മുൻപത്തെ ഏരിയ നമ്മുടെ 4995 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഏരിയ 9874 നമുക്കിവിടെ കിട്ടി. ഓക്കെ, പോയിന്റ് സംതിങ് ഉണ്ട്. ഇനി ഇതിവിടെ നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഒരു ഏരിയ ഉണ്ടോ, ഒബ്ജക്റ്റിലാണ് നമ്മൾ 1153 ഇതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ടോട്ടൽ ഏരിയ നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൻ്റെ ഏരിയാസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് ചിലപ്പോൾ വേണ്ടി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ചെറിയൊരു ഹോൾ ഉണ്ട്. ഇവിടെ ഇത്രയും ഏരിയ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വേണ്ടത്, ഇത്രയും ഏരിയ എനിക്കിന്ന് റിമൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് അപ്പോൾ ഇത്ര ഏരിയ മാത്രമേ എനിക്ക് കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏരിയ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്നും ഇത് സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓടി കയറിയിട്ട് സബ്ട്രാക്റ്റ് ഏരിയ എടുക്കരുത്. സബ്ട്രാക്റ്റ് ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫസ്റ്റ് പിക്ക് ചെയ്തു, സെക്കൻഡ് പിക്ക് ചെയ്തു, തേർഡ് പിക്ക് ചെയ്തു, ഫോർത്ത് പിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്തു. കണ്ടോ, എൻ്റർ ചെയ്തു. ഇനി ഞാനിവിടെ ഒബ്ജക്റ്റ് എടുത്തു. ഒബ്ജക്റ്റ് എടുത്ത് ഞാനിത് ഇതും സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് F2 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞൊരു കമാൻഡ് എടുത്തു. ഈ പറഞ്ഞ ഒരു 4 കോർണേഴ്സ് നമ്മൾ പിക്ക് ചെയ്തു. 4878 സംതിങ് നമ്മളെടുത്തു. ദെൻ ഇനി നമുക്ക് 4878 എടുത്തതിന് ശേഷം കണ്ടോ ഇവിടെ ടോട്ടൽ ഏരിയ സബ്ട്രാക്ട് എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ മൈനസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ വന്നത്. ആദ്യം നമ്മൾ സബ്ട്രാക്ട് ചൂസ് ചെയ്തുകൊണ്ട് 4878 എന്നുള്ളത് മൈനസ് 4878 ആയി. അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഏരിയ നമ്മൾ കണ്ടോ 222.77 സംതിങ് എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ കണ്ടോ ഇവിടെ ഒരു മൈനസ് എന്ന് പറഞ്ഞ ഒരു വാല്യൂവിലായിരിക്കും അത് കിടക്കുക സബ്ട്രാക്ട് ചെയ്തപ്പോൾ. അപ്പോൾ അത് നമുക്ക് പ്ലസ് വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ എടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും നമുക്കിവിടെ ആഡ് ഏരിയ ആദ്യം ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എടുക്കുക. ഈ ഒരു റെക്ടാങ്കിൾ ഞാൻ അവിടെ ചൂസ് ചെയ്തു. ദെൻ സെലക്ഷൻ കഴിഞ്ഞു, എൻ്റർ ചെയ്യുക. ഇനി സബ്ട്രാക്ട് ഏരിയ എടുക്കുക. സബ്ട്രാക്ട് ഏരിയയിൽ ഏത് സബ്ട്രാക്ട് ചെയ്യേണ്ട ഈ സർക്കിളാണ്. അപ്പോൾ അതൊരു സിംഗിൾ സെലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്തു. കണ്ടോ, അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിൽ നിന്ന് ഇത്രയും ഏരിയ ഇത് സബ്ട്രാക്റ്റ് ആയി. ദെൻ ഇത് എൻ്റർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഇതിനോട് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാണ്ടെങ്കിൽ വീണ്ടും നമുക്കിവിടെ ആഡ് ഏരിയ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമ്മൾ ടോട്ടൽ ഏരിയ കിട്ടിയതുണ്ടോ, ദാറ്റ് മീൻസ് നമുക്കിവിടെ 4656. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ എത്രയായിരുന്നു, 55 സംതിങ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വാല്യൂ നോക്കൂ. ഇവിടെ നമ്മൾ ഏരിയ എടുത്തു. ഫസ്റ്റത്തെ ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 48.94 സംതിങ് ആണ് നമുക്ക് അതിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത ഏരിയ നമുക്ക് കണ്ടോ 222. അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ കിട്ടിയത്. മറ്റേത് ഓൾറെഡി എന്തായി ആഡ് ആയിപ്പോയി. ദാറ്റ് മീൻസ് ഫസ്റ്റത്തെ വാല്യൂ മൈനസ് ആയി, അഗെയിൻ മൈനസ് സെക്കൻഡ് വാല്യൂ ആയിപ്പോയി. അപ്പോൾ മൈനസ് മൈനസ്. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ദെൻ നെഗറ്റീവ് സൈനും വന്നു. അപ്പോൾ നമ്മുടെ അത് ആൻസർ തെറ്റായി പോകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാനാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും ഫസ്റ്റ് ആഡ് മോഡ് ചൂസ് ചെയ്യുക. ദെൻ ഫസ്റ്റ് ഏതിൽ നിന്നാണ് ആഡ് ചെയ്യേണ്ടത്, ഏതിൽ നിന്നാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത് ആദ്യം ചൂസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സബ്ട്രാക്ട് മോഡ് ചൂസ് ചെയ്തതിന് ശേഷം ഏതിനെയാണോ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂൾസിൽ തന്നെ ഇവിടെ ഇൻക്വയറിയിൽ തന്നെ ഇവിടെ നമുക്കിവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. LI എന്ന് എൻ്റർ ചെയ്താലും മതി. ലിസ്റ്റ് ഉദ്ദേശിക്കുന്ന നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോളിലൈനാണ്. അതിൻ്റെ ലെയർ എന്താണ്, അത് മോഡൽ സ്പേസിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ലേഔട്ടിലാണ്, മോഡൽ സ്പേസിലാണ്. പിന്നെ അതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് ഒരു നമ്പർ വന്നിട്ടുണ്ട്. ക്ലോസ്ഡ് ആണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഏരിയ എത്രയാണ്, പെരിമീറ്റർ എത്രയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. അതേസമയം ഞാനിപ്പോൾ LI എൻ്റർ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ലൈനസ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അല്ലെങ്കിൽ 1, 2, 3 ലൈൻസ് ഞാൻ ചൂസ് ചെയ്യുന്നതുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ലൈൻ എന്ന് പറഞ്ഞേ കാണിച്ചു തരുള്ളൂ. ഇവിടെ ഏരിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കതിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂൾസിൽ ഇൻക്വയറിയിൽ നമുക്കിവിടെ ID പോയിൻ്റ് അല്ലെങ്കിൽ ID ആണ് അതിൻ്റെ ഷോർട്ട് കീ. ID ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഏതൊരു പോയിന്റ് പിക്ക് ചെയ്താലും ആ പോയിന്റിന് നമ്മുടെ ഈ ഒരു ഷീറ്റിൽ ഒരു ID പോയിന്റ് ഉണ്ട്. അപ്പോൾ ID ഉദ്ദേശിക്കുന്നത് അതിൻ്റെ X വാല്യൂ, Y വാല്യൂ, Z വാല്യൂ, ദാറ്റ് മീൻസ് അതിൻ്റെ ഓർഡിനേറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കോർണർ പിക്ക് ചെയ്യുകയാണ്, ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ X എത്രയാണ്, അതിൻ്റെ X എന്ന് പറയുന്നത് 3704.1616. അതിൻ്റെ Y തന്നിട്ടുണ്ട്, അതിൻ്റെ Z തന്നിട്ടുണ്ട്. Z എപ്പോഴും ഇതിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് ഞാൻ ഇത് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ X സെയിം ആയിരിക്കും, Y ഡിക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. നേരത്തെ വാല്യൂ നോക്കൂ, X കണ്ടോ, ഇവിടുത്തെ Xും ഈ ഒരു Xും സെയിം ആണ്. പക്ഷേ Yൻ്റെ വാല്യൂ കണ്ടോ,
അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇത് -956 ആയിരുന്നു, ഇത് -1015 ആണ്. ദാറ്റ് മീൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് വാല്യൂ അല്ലെങ്കിൽ ID പോയിൻ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ID എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി ഏരിയ നിങ്ങൾ നോർമലി നമ്മളൊരു പ്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഇതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള വേറെ മെത്തേഡ്സ് ഉണ്ട്. അതെന്താ, ഞാനൊരു അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് എൻ്റെ ക്ലാസ്സും കൂടിയും അതിൻ്റെ ഒരു വീഡിയോസും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.